ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ ചുടുന്ന വീഡിയോയാണ്. ചിക്കൻ ചുടുന്നതിൻ്റെ മാത്രമല്ല, നമ്മുടെ ഒരു ന്യൂ ഇയർ ആഘോഷം കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഷെഫാണ് അവിടെ നിൽക്കുന്നത്. പുള്ളിയാണ് ചിക്കൻ മസാല പുരട്ടി വെച്ചതും ഒക്കെ ചെയ്തത്. അപ്പം നമ്മൾ കനൽ ഉണ്ടാക്കാനായിട്ട് ചിരട്ടയൊക്കെ കൊണ്ടിട്ടു. ചിരട്ടയൊക്കെ ഇട്ടത് മാത്രമേ ഉള്ളൂ, കത്താൻ നല്ല പണിയായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്നൊരു കർപ്പൂരം വെച്ചിട്ട് തീ കത്തിച്ചു. പക്ഷേ അത് മര്യാദയ്ക്ക് അങ്ങോട്ട് കത്തിപ്പിടിച്ചൊന്നുമില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കത്തിപ്പിടിക്കാനായിട്ട്. വയനാടും കൂടി ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കും കത്തിപ്പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം നമ്മൾ കുറച്ച് ചിരട്ട ഇട്ടുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ട് അടുത്ത് ഇടാമെന്ന് വെച്ചിട്ടാണ്. ആദ്യം ഒരു ചിരട്ടയിൽ അത്യാവശ്യം നന്നായിട്ട് കത്തിയപ്പം നമ്മൾ അതിൻ്റെ മണ്ടയിലോട്ട് ഒരു ചിരട്ടയിൽ മാത്രമേ കത്തുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് വിറകൊക്കെ അതിൻ്റെ മണ്ടയിലോട്ട് അടുക്കി വെച്ച് കൊടുത്തു. വിറകൊക്കെ വച്ചിട്ടും അതങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കത്തുന്നില്ലായിരുന്നു. വിറകൊക്കെ വെച്ചിട്ട് കത്താതെ വന്നപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, പേപ്പർ കീറി ഇടാമെന്നൊക്കെ വിചാരിച്ചു. കാരണം അത് കത്തുന്നില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഊതി കൊടുത്തൊക്കെ നോക്കി, കത്തുന്നില്ല. അപ്പം നമ്മൾ നേരെ നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്തു, ന്യൂസ് പേപ്പർ കയറിയിട്ടു കേട്ടോ. ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ അവസാനം നമ്മുടെ തീ ഒന്ന് കത്തി കേട്ടോ. ഞങ്ങൾ കത്തി എന്ന് വിചാരിച്ച് ഇരുന്നതാണ്. നമ്മൾ കുറച്ചുകൂടെ പേപ്പർ ബാലൻസ് ഉണ്ടായിരുന്ന പേപ്പറൊക്കെ അങ്ങോട്ട് കീറിയിട്ടു. കാരണം ഇനി കത്തിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് കത്തി പിടിച്ചു. എന്നിട്ടത് പെട്ടെന്ന് തന്നെ അണഞ്ഞും പോയി. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ചിരട്ട വെച്ചിട്ട് വീണ്ടും പേപ്പർ കയറി ഇടുവാട്ടോ ചെയ്തത്. അങ്ങനെ അത്യാവശ്യം ഒന്ന് കത്തിപ്പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കത്തി കേട്ടോ. നമ്മൾ വിചാരിച്ചു പെട്രോളൊക്കെ ഒഴിച്ചാലോ എന്ന് വിചാരിച്ചാണ്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അതൊന്ന് കനലാവണമല്ലോ. കനലായി കഴിഞ്ഞപ്പം നമ്മളൊരിച്ചിരി ചാർക്കോളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എന്താ പറയുക, ചിരട്ട വെച്ചു കേട്ടോ. കാരണം കനൽ ഭയങ്കര കുറവായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അടുപ്പിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റി. ആദ്യം നമ്മൾ കട്ടയൊക്കെ കുത്തനെയായിരുന്നു വെച്ച്, അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മൾ ബാക്കിയുള്ള ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ചാർക്കോൾ എടുത്തിട്ടു. അതിനുശേഷം ചാർക്കോളൊക്കെ ഒന്ന് കത്തി ജസ്റ്റ് ഒരു കനലായപ്പം നമ്മൾ എന്താ പറയുക, ചിക്കൻ വെച്ചു. ചിക്കൻ നമ്മൾ പച്ച മസാലയാണ് അരച്ച് ചേർത്തേക്കുന്നത്. ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാവരും ഒന്ന് ചിക്കൻ പച്ച മസാലയിൽ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് നോക്കുക. പച്ച മസാല എങ്ങനെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി മസ്റ്റായിട്ട് കാണുക കേട്ടോ. ഇത് നമ്മൾ ഒന്ന് നന്നായിട്ട് ഒന്ന് വീശി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ വശത്തും ഒരേപോലെ ചൂട് വന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചാർക്കോളൊന്ന് പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി. നമ്മളെന്താ പറയുക, നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് അടുപ്പൊക്കെ കൂട്ടിയത്. 6 മണിയൊക്കെ ആയപ്പോൾ അടുപ്പ് കൂട്ടിയിട്ട് നമ്മളിതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും 10 മണി 11 മണിയായ. നമ്മൾ ഇത് തീ കത്തുന്നില്ലായിരുന്നു. നമ്മൾ ഒരു എന്താ പറയുക 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കൊക്കെ ഒന്ന് കത്തിപ്പിടിച്ചത്. അതിനുശേഷം നമ്മൾ ചാർക്കോൾ ഇട്ട് ഒന്ന് റെഡിയാവണ്ടേ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചിക്കൻ ഒക്കെ വെച്ചു. ചിക്കൻ മറച്ചിടാൻ കുറച്ച് പണിയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഗ്രില്ലിലൊന്ന് ഒട്ടിപ്പിടിക്കായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ റെഡിയായി കിട്ടി. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ ചുടുന്നത്. അപ്പം ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് മറച്ചിട്ടു. ഒരു ഹാഫ് കുക്കായിട്ടോ. ചെറുതായിട്ട് പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി മത്താപ്പും ഒക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റത്തെ ഞങ്ങൾ കരുതി ചീറ്റിപ്പോകുന്നത്, പക്ഷേ ഇല്ല, ചീറ്റിപ്പോയൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ മത്താപ്പുമൊക്കെ കത്തിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മത്താപ്പമൊക്കെ കത്തിച്ചു. ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ഒന്ന് അടിച്ചു പൊളിച്ചു. ഇതുവരെ നമ്മൾ ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ
പടക്കമൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു ന്യൂ ഇയർ ആഘോഷം എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക കേട്ടോ. അപ്പം അതൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മുടെ കമ്പിത്തിരി ഉണ്ടായിരുന്നു, അതും കത്തിച്ചു. പിന്നെ അല്ലാതെ കുറച്ച് പടക്കവും പൊട്ടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. ന്യൂ ഇയർ ഒക്കെ അല്ലേ, അവസാനം ആയിട്ട് 2024 എൻഡിങ് ആയതുകൊണ്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. നമ്മൾ ഈ ചിക്കൻ അല്ലാതെ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒന്നിൻ്റെയും വീഡിയോ അങ്ങോട്ട് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഫുഡ് അടിയിലോട്ടാണ് പോയത്. അപ്പോഴത്തേക്കും ചിക്കനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ നമ്മൾ എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ നമ്മളെല്ലാം എന്താ പറയുക, എല്ലാ പോരായ്മകളും മാറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ ചിക്കൻ കുറുമ ഉണ്ടായിരുന്നു, നെയ്ച്ചോറുണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, ചിക്കൻ വറുത്ത ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.